ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. നല്ലൊരു മഴയും അതുപോലെ ചൂടോടുകൂടി ഈ ഒരു ഐറ്റവും നല്ല മധുരമുള്ള കട്ടൻ ചായയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നമുക്കപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. നമ്മൾ തയ്യാറാക്കുന്നത് ഗ്രീൻ പീസും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു മസാലയാണ്. അതിനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഗ്രീൻ പീസ് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ കഴുകി കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ചേർത്ത് ഒരു 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പഴുത്ത തക്കാളി തൊലി കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടി അതുപോലെ ഗരം മസാല ഇത്രയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് അധികമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു കുരുമുളകിൻ്റെ ആ ഒരു എരിവും അതുപോലെ ഫ്ലേവറും ആണ് കേട്ടോ ഇതിന് മുന്നിൽ നിൽക്കേണ്ടത്. ഇനി ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ മസാലയൊക്കെ ഗ്രീൻ പീസിലേക്ക് നല്ല പോലെ ഒന്ന് പിടിക്കട്ടെ. ഇതുണ്ടോ, ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്കിതൊന്ന് 2 സൈഡിലേക്കും മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. മാത്രമല്ല നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഐറ്റം കൂടിയാണ്. ഇത് നമുക്കുണ്ടല്ലോ കഞ്ഞിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസും മുട്ടയും കൂടി ചേർത്ത മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.